ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഗോവ ട്രിപ്പിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് കേട്ടത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ഫുള്ളും ഗോവയിലുള്ള ബീച്ച് കാര്യങ്ങളൊക്കെയാണ് കാട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളിനിപ്പോൾ കാണാൻ പോകുന്നത് ചർച്ചാണ് കേട്ടോ. ഗോവയിൽ നമ്മൾ പുണ്യാളൻ്റെ രൂപം നമ്മൾ കാണാനായിട്ടാണല്ലോ വന്നത് മെയിനായിട്ട്. അപ്പോൾ അത് കാണാൻ പോവാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അതോടൊപ്പം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ ബസ്സിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പുണ്യാളൻ്റെ പള്ളി കാണാൻ പോവാണ്. അപ്പോൾ ആ പോണ വഴിയിൽ ഒത്തിരി കടകളുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോണ വഴിക്ക് ഒന്നും ഷോപ്പിംഗ് ചെയ്യാനോ വാങ്ങിക്കാനോ നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുണ്യാളൻ്റെ ആ രൂപം കാണാനായിട്ട് ഒത്തിരി പേര് വരും. അപ്പോൾ നല്ല തിരക്കായിരിക്കും. അപ്പോൾ വേഗം നേരത്തെ ചെന്നാലേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 7:30 തന്നെ ബസ്സിൽ കയറി. കറക്റ്റ് ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടാണ്, ചർച്ചിൻ്റെ ഫ്രണ്ടിൽ. ഫ്രാൻസിസ് പുണ്യാളനെ കാണാനായിട്ട് വേറൊരു ബാച്ച് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഏജൻസി ത്രൂ അല്ല വന്നത്, ജസ്റ്റ് അങ്ങനെ ഫാമിലി ആയിട്ട് വന്നതാണ്. പക്ഷേ അവർക്ക് കാണാനായിട്ട് സാധിച്ചില്ല. കാരണം അവരെത്തിയപ്പോഴേക്കും ഏകദേശം ഒരു 12 മണിയൊക്കെ സമയമായി പള്ളിയിലേക്ക്. അപ്പോൾ ഭയങ്കര തിരക്കായി. പിന്നെ ക്യൂ ഒക്കെ നിന്നു, പക്ഷേ കാണാൻ സാധിച്ചില്ല അവർക്ക്. ഞങ്ങൾ രാവിലെ 8 മണിക്ക് എത്തിയതുകൊണ്ടാണ് ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത് കേട്ടോ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനൊരു വിശുദ്ധനെ നേരിട്ട് കാണാനായിട്ട് പോകുന്നത്. ഒത്തിരി ഇങ്ങനെ കഥകളിലൂടെയൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാണ്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത്. 11 കൊല്ലം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ബോം ജീസസ് എന്ന് പറഞ്ഞ ഉണ്ണിയായ ഈശോ എന്നാണ്. മുഴുവൻ പേര് ബോം ജീസസ് കത്തീഡ്രൽ. ഇതിന്റെ അകത്താണ് ഫ്രാൻസിസ് സേവറിന് സ്ഥിരമായിട്ട് വെക്കുന്നത്. 110 കിലോ തൂക്കമുള്ള വെള്ളി മഞ്ചേലാണ് അദ്ദേഹത്തിന് വെക്കുന്നത്. 112 അമൂല്യ രത്നങ്ങൾ അതിന് ചുറ്റും പതിപ്പിച്ചിട്ടാണ് സ്ഥിരമായിട്ട് വെക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് എടുത്തു ഇപ്പുറത്ത് പള്ളിയില് കൊണ്ടുവച്ചിട്ടുണ്ട്. 1506 ഇദ്ദേഹം സ്പെയിനില് ജനിക്കുന്നത്. ഏപ്രിൽ 7 1542 അദ്ദേഹം ഇവിടെ വന്നു. 52 അദ്ദേഹം മരിച്ചു. 10 കൊല്ലമാണ് സർവീസ് ചെയ്തത്. ഈ 10 കൊല്ലം കൊണ്ട് അദ്ദേഹം ഇന്ത്യയിലെ കന്യാകുമാരി വരെ എത്തിയിട്ടുണ്ട്. ആ തീരദേശം അങ്ങനെ കയറി പിടിച്ചിട്ടുണ്ട്. ആ മതമാറ്റം വല്ലാണ്ട് ആയപ്പോഴാണ് വിജയനഗരം അവിടെ നിന്ന് അടിച്ചു കൊടുക്കും. അപ്പോൾ ആൾ തിരിച്ച് വീണ്ടും പോകും. പിന്നെ മലാക്ക, ജപ്പാൻ, ചൈന, അങ്ങനെ പല ഭാഗങ്ങളും പോയി. അവസാന കാലം ചൈനയിൽ വെച്ചിട്ട് മരിച്ചു. സാൻസൻ ദ്വീപ് എന്ന ദ്വീപിൽ വെച്ചിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ നഗരി കാണിച്ചു. 2 കൊല്ലം കഴിഞ്ഞിട്ട് ഗോവയിലെത്തി. അപ്പൊ അദ്ദേഹത്തിനെ പെട്ടിയിലാക്കി മുകളിൽ കയറ്റി. പെട്ടി വെച്ച് ആദ്യം മുകളിലൊന്നും അത് താഴ്ത്തായിരുന്നു, പിന്നീട് വന്ന് മുകളിലേക്ക് കയറ്റി. ആ പഴയ പെട്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം, പഴയ ഡ്രസ്സൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഈ പള്ളിയിലേക്ക് പോകുന്നത് ഇതിനകത്ത് ഫോട്ടോ എടുക്കാൻ പാടില്ല. മൊബൈല് കയ്യിൽ വെച്ചോ, പക്ഷെ ഫോട്ടോ എടുക്കരുത്. അകത്ത് കയറി അത് കണ്ടു കഴിഞ്ഞാൽ പുറത്തേക്ക് അവിടെ നിന്ന് സംസാരിക്കാനും സാധിക്കില്ല. അപ്പോൾ നിങ്ങളത് നോക്കി കാണണം. ഫ്രാൻസിസ് സേവിയറിൻ്റെ ബോഡി വെച്ചിട്ടുള്ളത് ഫ്രാൻസിസ് സേവിയറിൻ്റെ തന്നെ ചർച്ച് ഉണ്ട് ഗോവയിൽ തന്നെ. അപ്പോൾ ആ ചർച്ചിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ചർച്ച് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഇത്തിരി വലിയ ചർച്ചാണ് കേട്ടോ. ഇതാണ് ആ ചർച്ച്. അപ്പോൾ ഈ ചർച്ചിലേക്ക് നമുക്ക് പെട്ടെന്ന് ഓടി കയറാനായിട്ട് സാധിക്കില്ല. അതിന് നമ്മൾ ക്യൂ നിൽക്കണം. കുറച്ച് അധികം നടക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിലൊന്നും എടുക്കാൻ പാടില്ല. അങ്ങനെ ഇതാണ് കേട്ടോ ഫ്രാൻസിസ് സേവിയറിൻ്റെ ബോഡി. അപ്പോൾ ഈ ഫോട്ടോ എന്ന് പറയുന്നത് ഞാൻ നെറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഫോട്ടോയാണ്. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും അനുമതിയില്ല. അതുപോലെ തന്നെ അകത്തേക്ക് കയറുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവാൻ പാടില്ല. ആ ക്യൂ നിൽക്കുന്ന സമയത്തൊക്കെ നമുക്ക് വെള്ളം കുപ്പി കുട കയ്യിൽ പിടിക്കാം. അത് കഴിഞ്ഞ് പള്ളിയുടെ അകത്തേക്ക് നമ്മൾ കയറുമ്പോൾ അവരതും വാങ്ങിച്ച് വെക്കും. പുണ്യാളനെ കണ്ടു കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കുടയും വെള്ളം കുപ്പിയൊക്കെ നമുക്ക് തിരിച്ചെടുക്കാം. ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോള് പോലെയാണ് കേട്ടോ. ഇവിടെ കുറേ രൂപങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു മാതാവിൻ്റെ ഒരു രൂപമൊക്കെ വാങ്ങിയിട്ടാണ്. പള്ളിന്റെ ഒന്ന് ഇതാണ് വിസ്താരം കൊണ്ട്, വിസ്താരം കൊണ്ട്. രണ്ടാമത്തെ വലിയ പള്ളി തൃശ്ശൂർ പുത്തമ്പള്ളിയാണ്.
ഇന്ത്യയിലെ 2 വലിയ പള്ളികൾ, ഒന്നും ഇതും ഒന്ന്. ഇതിന്റെ അകത്ത് മുന്നാളെ കാണുന്നപ്പോൾ നിങ്ങൾ അൽത്താര ശ്രദ്ധിച്ചിരുന്നു. 200 കിലോ തങ്കം കൊണ്ടാണ് അത് പൊതിഞ്ഞിട്ടുള്ളത്. 200 കിലോ തങ്കം കൊണ്ട് പൊതിഞ്ഞത്. 1776-ലാണ് 2 മണിമാളിക ഉണ്ടായിരുന്നു. ഈ മണിമാളിക വീണുപോയി. അതിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിനെ ഗോവയിൽ ഗോൾഡൻ ബെൽ എന്ന് പറയാം. അതിന്റെ ശബ്ദം കൊണ്ടാണ്, സ്വർണ്ണം കൊണ്ടല്ല പറയുന്നത്, ശബ്ദം കൊണ്ടാണ് അതിനെ ഗോൾഡൻ ബെൽ എന്ന് പറയുന്നത്. ശബ്ദം കൊണ്ടുള്ള അങ്ങനെ ഒരുപാട് ബെല്ലുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ വേളങ്കണ്ണിയിൽ നിന്ന് പോണ്ടിച്ചേരി പോവുക, ചിദംബരം എന്ന് വഴി ഒന്ന് വിട്ടുകൊടുത്ത് നിന്നോളാം. ചിദംബരം എന്ന് പറഞ്ഞ സ്ഥലമാണ് ചിദംബരം. അവിടെ ചിദംബരത്ത് ഒരു ബെല്ല് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ജർമ്മൻ ക്രൈസ്തവൻ, അദ്ദേഹത്തിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അദ്ദേഹം ഫാത്തിമയിലെ ലൂർദിലേക്ക് പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിൽ നിന്നിപ്പോൾ വെള്ളങ്ങനെ ഏറ്റവും സ്ഥലം വന്നപ്പോൾ അങ്ങോട്ട് പോയി. അങ്ങനെ പോണ്ടിച്ചേരിക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ചിദംബരത്തിൽ തോന്നി ഇവിടെ നിന്ന് ഇറങ്ങി ശിവഭഗവാനെ കാണാമെന്ന്. അവിടെ ഇറങ്ങി ശിവഭഗവാനെ കണ്ടു. അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആളുടെ പ്രൈവറ്റ് എന്നുള്ള മെസ്സേജ്, സെക്രട്ടറി എന്നുള്ള മെസ്സേജ് വന്നു. ആളുടെ പ്രശ്നം തീർന്നു. അപ്പോൾ അദ്ദേഹം ഒരു മണി അമ്പലത്തിലേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പം എന്തെങ്കിലും വെറൈറ്റി വേണ്ട. അങ്ങനെ ഒരുപാട് കമ്പനികളെ സമീപിച്ചു. അവസാനം ജർമ്മൻ കമ്പനി ആ മണി അവിടെ കൊണ്ടുവച്ച് സ്ഥാപിച്ചു. അതിൻ്റെ പ്രത്യേകത, അത് മണി അടിക്കും. ഉച്ചപൂജയ്ക്ക് മണി അടിക്കുമ്പോൾ എല്ലാവർക്കും അടിക്കുമ്പോൾ ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ ഓം എന്നുള്ള ശബ്ദം വൈബ്രേറ്റ് ചെയ്ത് വരും. അതിൻ്റെ പ്രത്യേകത. 5 അടി വ്യാസമുണ്ട്. അത് 1500 കിലോ തൂക്കമുണ്ട്. ഈ പള്ളി സി കത്തീഡ്രൽ പള്ളി. ഈ പള്ളിയിൽ എല്ലാ ദിവസവും മാസം ഉള്ളതാണ്. ഈ സമയത്ത് ഇപ്പോൾ മാസം ഉണ്ടാവില്ല. ഇത് കഴിഞ്ഞ് വീണ്ടും മാസം ഉണ്ടാവും. ഇത് സർവീസുള്ള പള്ളിയാണ്. ഇവിടെ 10 കൊല്ലം കൂടുമ്പോൾ ഇവിടെ തന്നെ ഇരുത്താം. സ്ഥിരമായിട്ട് ഇരുത്തുന്ന പള്ളിയുണ്ട്, ബോം ജീസസ് ദേവാലയം എന്ന് പറയും. അത് നമുക്ക് മടങ്ങി മുമ്പ് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് കാജിറ്റിൻ ചർച്ച്. വൈസ്രോയ് ആർച്ചാണ് കാണാൻ പോകുന്നത്. ഗോവ അൽബുക്കർ അൽഫാൻസാഡോ എന്നാണ് മുഴുവൻ പേര്. അപ്പോ അതിനുശേഷം വരുന്ന വൈസ്രോയ്മാര് മൊത്തം ഈ വഴിക്കാണ് വരാം. അങ്ങറ്റത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മണ്ടോവി റിവർ കാണാൻ പറ്റും. മണ്ടോവി റിവർ, ആ റിവർക്ക് കൂടി വന്ന് ഈ വഴിക്കാണ് വരാം. പണ്ട് കാലത്ത് ഗോവയുടെ തലസ്ഥാനം ഓൾഡ് ഗോവ ആയിരുന്നു. പോർച്ചുഗീസുകാർ ഓൾഡ് ഗോവ ക്യാപിറ്റലായിട്ടാണ് ഭരിച്ചിരുന്നത്. അവരാണ് ഈ പള്ളികളൊക്കെ ഇതുപോലെ പണിത് കൂട്ടിയിട്ടുള്ളത്. ഒരുപാട് പള്ളികളുണ്ട് പണിത് കൂട്ടി. ഇപ്പൊ അത് കൊണ്ടുനടക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ മുഴുവൻ ആർക്കോളജി ഡിപ്പാർട്ട്മെന്റിനെ കൊടുത്തോണ്ടിരിക്കുക. അവരത് ഒരുപാട് നിരീക്ഷണം നടത്തുന്ന ഒരു സ്ഥാപനം ഏറ്റില്ല. കാരണം അത് കൊണ്ടു നടക്കണ്ട. ഇതാണ് ഈ വൈസ്രോയ് ആർച്ച്. ഇവിടെ ഫ്രാൻസിസ് ഡി ഗാമ ഇവിടെ വൈസ്രോയിട്ട് വന്നിരുന്നത്. അദ്ദേഹത്തിന്റെ സ്റ്റാച്ചു ആണ് ഈ കാണുന്നത്. ഇതിന്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ, ഈ ആർച്ചിന്റെ അപ്പുറത്ത് പോയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾക്ക് വാസ്കോ ഡി ഗാമനെ കാണാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ഈ ആർച്ചിന്റെ അപ്പുറം വരെ പോവുക, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണം. ലോക ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാര് ചിത്രരചന നടത്തിയിട്ടുള്ള ഒരു പള്ളി കൂടിയാണ് വത്തിക്കാൻ ചർച്ച്. പത്രോസിന്റെ കബറിടത്തിന് മീതെ പണിതുണ്ടാക്കിയതാണ്. റോഹാൻ ബെർഗിനി, മൈക്കലാഞ്ചലോ, അങ്ങനെ ഒരുപാട് ആൾക്കാര് അതില് പടങ്ങൾ വരച്ചിട്ടുണ്ട്. മൈക്കലാഞ്ചലൊക്കെ പറയുന്നത് ഈ തട്ട് അടിച്ചിട്ട് അതിന് മീതെ മലർന്ന് കിടന്നിട്ട് പെയിന്റ് ചെയ്യാം. റോക്കിൽ സൂക്ഷ്മമായിട്ട് പെയിന്റ് ചെയ്ത് കണ്ണിന്റെ കാഴ്ചയുടെ ശക്തി കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. ആ പള്ളിക്ക് ഒരു എന്താ പറയാ, ഒരു ഡോം ഉണ്ട്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡോം. 467 അടി വ്യാസമാണ് ഇതിന്റെ. സെക്കൻഡ് വരുന്നത് 127 ബീജാപൂർ ആദിൽ ഷാഹിയുടെ ഗോൾ ഗുംബസ്. ഗോൾ ഗുംബസിന് വേറെ പ്രത്യേകത കൂടി ഉണ്ട്. ഇപ്പുറത്തെ സൈഡില് വളരെ പതുക്കെ സൗണ്ട് കുറിച്ച് പറഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്ത് ചെവി വെച്ച ടെലിഫോണിൽ കേൾക്കുന്ന പോലെ കേൾക്കാൻ പറ്റും. ഗോൾ ഗുണ്ടൽ പോകുമ്പോൾ നിങ്ങൾ ഇതുപോലെ കേട്ടിട്ടുണ്ടാവും. ഒരു ചുമരിന്റെ മൂലക്ക് ഇരുന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ചുമരിന്റെ മൂലക്ക് ചെവി വെച്ച് ക്ലിയറായിട്ട് കേൾക്കും. അതൊക്കെ ഗോൾ ഗുണ്ടലൊക്കെ അതൊക്കെ ഗസ്റ്റ് റൂമുകളാണ്. പുറത്തു നിന്ന് വരുന്ന രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് പ്രതിനിധികൾക്ക് താമസിക്കാൻ ആ റൂമുകളെ കൊടുക്കാം. മുകളിൽ താമസിക്കുന്നത് രാജാവാണ്. കാരണം ഇവന് ഇവിടെ ഇരുന്ന് എന്തിനാണ് വന്നിട്ടുള്ളതെന്ന് അറിയില്ലല്ലോ. ഇവിടെ ഇരുന്ന് എന്ത് സംസാരിച്ചാലും അത് രാജാവ് കേൾക്കും. അത് സീക്രട്ട് പ്ലേസ് ആണ്, തന്ത്രം.
അപ്പൊ രണ്ടാമത്തെ അതാണ്. അതുപോലെ വത്തിക്കാൻ പള്ളിയുടെ ചെറിയൊരു മിനിയേച്ചർ ആണ് ഈ കാണുന്ന പള്ളി. ഇതിന്റെ ഫ്രണ്ടും അതിന്റെ ഫ്രണ്ട് ഏതാണ്ട് ഒരേപോലെ ഇരിക്കും. അപ്പോൾ ഇതിന്റെ പേരാണ് കാജിറ്റീൻ ചർച്ച്. ഇവിടെ ആദിൽ ഷാഹി സുൽത്താൻമാര് ബാമിനി കിങ്ഡം ഇവിടെ ഭരിച്ചിരുന്നു. ആ ബാമിനി കിങ്ഡം ഭരിച്ചിരുന്നപ്പോ അവരുടെ പാലസ് ഈ ഭാഗത്തായിരുന്നു. അതിന്റെ ഡോറ് മാത്രമേ ഉള്ളൂ. ആ ഡോറാണ് കാണുന്നത്. ആ കാര്യമാണ് അത് എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് കാജിറ്റീൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കാജിറ്റീൻ ചർച്ച്. അപ്പോൾ ഇവിടെ മാസമൊന്നും നടക്കണില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു കല്യാണം ഒക്കെ നമുക്കിവിടെ നടത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അന്നേരം പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് നടത്താം എന്നല്ലാണ്ട് മാസം കാര്യങ്ങളൊന്നും ഇവിടെ നടക്കണില്ല. പിന്നെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഗോവ ട്രിപ്പ് നല്ല അടിപൊളിയായി. അത് നമ്മുടെ ഈ ഷൈൻ ടൂറിസ്റ്റ് ഈ ഏജൻസി ത്രൂ പോയതുകൊണ്ടാണ് കേട്ടോ ഇത്രയും സ്ഥലങ്ങൾ കാണാനായിട്ട് സാധിച്ചതും പുണ്യാളനെ കാണാനായിട്ട് സാധിച്ചതൊക്കെ. കാരണം ഇവർക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരുന്നു തിരക്കുള്ള സമയം ഏതാണ്, തിരക്ക് കുറവുള്ള സമയം ഏതാണെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അതെല്ലാം ടൈം മാനേജ്മെൻറ്റും കൂടി ഒരുമിച്ച് വന്നതുകൊണ്ടാണ് എല്ലാ സ്ഥലവും കാണാനായിട്ട് സാധിച്ചത്. ഇനി കൂടുതൽ വിശേഷങ്ങൾ നമ്മുടെ ഗൈഡ് പറയും. ഇവിടെ സ്ഥിരമായിട്ട് മാസമില്ല. എല്ലാ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മാസമുള്ളൂ. ഇപ്പൊ നമുക്ക് കല്യാണം ഉണ്ട്, ഒരാൾക്ക് കല്യാണം കഴിക്കണം, മാസം വെക്കാം, കല്യാണം നടത്താം, അതിനോട് വിട്ടുകൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അല്ലാണ്ട് നിരന്തരമായിട്ടുള്ള മാസ്. ഇത് കാജിറ്റീൻ ചർച്ച്. ഗോവയിലുള്ള എല്ലാ പള്ളികളും പോർച്ചുഗീസ് ടൈപ്പ് പള്ളികളാണ്. പള്ളികൾ പല രീതിയിൽ പള്ളി പണിയുന്ന രീതികളുണ്ട്. അങ്ങനെ പുണ്യാളനൊക്കെ കണ്ടിറങ്ങി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നിന്നുല്ലോ. കുറേ നേരം നിന്നില്ല, കുറച്ച് നേരം നിന്നു. കാരണം നേരത്തെ വന്നുകൊണ്ട് അധികം നേരം ക്യൂ നിൽക്കേണ്ട വന്നില്ല. വഴിയൊക്കെ വേഗം നല്ല സ്പീഡിലാണ് പോയത്. അതുകൊണ്ട് വേഗം കാണാനും സാധിച്ചു. അപ്പോൾ ഞങ്ങൾ പുണ്യാളനൊക്കെ കണ്ടു കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് കടകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ കാട്ടിയില്ല. അപ്പം വീഡിയോ അല്ലാണ്ട് ലാഗ് അടുപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാട്ടോ ഞാനതൊന്നും കാണിക്കാണ്ടിരുന്നത്. ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മിരാമർ ബീച്ചിൽ പോയി. അപ്പോൾ അവിടെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. പിന്നെ പാർക്കിൽ കളിച്ചു. അങ്ങനെ അവൻ കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ജോണിന് ചെറുതായിട്ടൊരു പനി വന്നത്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ ആൾ വീണ്ടും അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കളിയും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ ശരിക്കും പറഞ്ഞു ഞങ്ങളെക്കാളും കൂടുതൽ എൻജോയ് ചെയ്തത് ജോണാന്ന് പറയട്ടോ. പിന്നെ അവൻ്റെ കൂടെ ഞാനും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പാർക്ക് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. വലിയൊരു മീനിനെയൊക്കെ കിടത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത മരങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാനും ആൽജസൊക്കെ അവിടെ ഇരുന്നു. പിന്നെ ഗൈഡ് ഞങ്ങളുടെ കൂടെ വന്നില്ല. ഇത് ബീച്ചല്ല. അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾ നടന്നോ, ഞാൻ സമയം പറയാം, അന്നേരം നിങ്ങളെല്ലാവരും ആ സ്പോട്ടിലെത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ നടന്നു. അപ്പോൾ രാവിലെ പുണ്യാള രൂപം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരൊക്കെയാണ് ബോട്ടിങ്ങിന് താല്പര്യമുള്ളവരെന്ന്. അപ്പോൾ ബോട്ടിൽ കയറാനായിട്ട് താല്പര്യമുള്ളവരോട് ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പേരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്താലാണ് നമുക്ക് വൈകുന്നേരം ഒരു 7 മണി 6 മണിയൊക്കെ ആകുമ്പോൾ ബോട്ടിൽ കയറാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേഗം ഒരാൾക്ക് 500 രൂപയാണ് വന്നത് ബോട്ടിൽ കയറാനായിട്ട്. അങ്ങനെ ഞങ്ങളൊരു 1500 രൂപയോ തോന്നുന്നു കേട്ടോ ഞങ്ങൾ കൊടുത്തു. അങ്ങനെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിനി ബീച്ച് കഴിഞ്ഞ് നേരെ ബോട്ടിങ്ങിന് പോവാണ്. ബോട്ടിലൊരു 1 മണിക്കൂർ നേരം ബോട്ടിനകത്ത്, അതിനകത്ത് ചെറിയൊരു പാട്ടും പരിപാടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കാണാം. പിന്നെ ബോട്ടിൽ നിന്ന് കഴിഞ്ഞ് കടലൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കാണാം. അങ്ങനെ നല്ലൊരു 1 അവർ അങ്ങനെ അതിനകത്ത് സ്പെൻഡ് ചെയ്യുക, അതാണ് പ്ലാൻ. അത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അതിനകത്ത് കയറിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ കയറണം നിർബന്ധമൊന്നുമില്ല. ഇഷ്ടമില്ലാത്തവർക്ക് പുറത്ത് വെയിറ്റ് ചെയ്യാം. ബോട്ട് അങ്ങനെ പോയി കറങ്ങി തിരിച്ച് വരുമ്പോൾ അങ്ങനെ ആരുടെ കൂടെ അങ്ങനെ ബസ്സിൽ കയറി അങ്ങനെ പോരാം.
അങ്ങനെ പാർക്കിലൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചു. അങ്ങനെ മിരാമർ ബീച്ച്, അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ബീച്ചൊക്കെ കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബോട്ടിലേക്ക് കയറുകയാണ്. ബോട്ടിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മളിനി തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ. ഭക്ഷണം കഴിച്ചതിന് ശേഷം വീട്ടിലേക്കുള്ള യാത്രയാണ്, ട്രെയിൻ കയറും. അപ്പോൾ ലാസ്റ്റത്തെ നമ്മുടെ ബോട്ട് യാത്രയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ബോട്ടിലേക്ക് കയറുകയാണ്. ശരിക്കും ഈ ടിക്കറ്റൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ നേരത്തെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. ഞങ്ങൾ ഏജൻസി ത്രൂ പോയതുകൊണ്ട് അവരുടെ ആളുകൾ ബൾക്കായിട്ടുള്ള ടിക്കറ്റുകളൊക്കെ എടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് നേരെ ബീച്ച് കഴിഞ്ഞ് നേരെ ബോട്ടിലേക്ക് കയറാനായിട്ട് സാധിച്ചു. ഞങ്ങൾ ബോട്ടിൽ കയറാൻ വന്നപ്പോൾ അതിൻ്റെ പുറത്ത് വലിയൊരു ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ രാവിലെ തന്നെ ഇതിനുള്ള ടിക്കറ്റുകളൊക്കെ സെറ്റാക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് അധികം നേരം എവിടെയും വെയിറ്റ് ചെയ്യേണ്ടൊന്നും വന്നില്ല ടിക്കറ്റ് എടുക്കാനായിട്ടൊന്നും. നേരെ ഈ ബോട്ടിൽ കയറി. അങ്ങനെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ കൃത്യം സമയത്ത് എത്തുമല്ലോ വൈകുന്നേരം. അപ്പം അതുകൊണ്ട് എല്ലാം വളരെ ടൈമിംഗ് ഒക്കെ വളരെ കറക്റ്റായിരുന്നു. എവിടെയും ഒരു ലാഗ് വന്നിട്ടില്ല. അതാണ് എനിക്ക് വളരെ ഇഷ്ടമായൊരു കാര്യം കേട്ടോ. പിന്നെ ബോട്ടിനകത്ത് ചെറുതായിട്ടൊരു ഡാൻസ് പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഗോവൻ ട്രഡീഷണൽ ഡാൻസുകൾ, കൊങ്ങിണി ഡാൻസ് അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ നമുക്കത് കാണണം, അവർക്കത് ഇരുന്ന് കാണാം, എൻജോയ് ചെയ്യാം. പിന്നെ കപ്പിൾ ഡാൻസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് നമുക്ക് കേട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടെ ആങ്കറിങ് ചെയ്യുന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൂട്ടത്തിലുണ്ടായിരുന്ന എല്ലാ കപ്പിൾസിനെയും പൊക്കി സ്റ്റേജിൽ കയറ്റിയിട്ടോ. അപ്പോൾ ഞങ്ങളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ കയറിയില്ല. അങ്ങനെ എല്ലാവരും കയറി നല്ലൊരു ഹിന്ദി റൊമാൻറ്റിക് സോങ് വെച്ചു. അങ്ങനെ എല്ലാവരും നല്ല ഡാൻസൊക്കെ ആയി. പക്ഷേ ഞാൻ ആ സോങ് ഇതിൽ കേൾപ്പിക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ലൊരു ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോവ നമ്മൾ അടിച്ച് പൊളിച്ചു എന്ന് പറയാം. ആ ഒരു 4 ദിവസം അങ്ങനെ, ഒരു ദിവസം അങ്ങോട്ടേക്ക് എത്താനായിട്ട്, പിന്നെ അവിടെ നിന്ന് ഒരു ദിവസം ഇങ്ങോട്ടേക്ക്, പിന്നെ 2 ദിവസം ഗോവയിൽ, അങ്ങനെ ഒരു 4 ദിവസം അടിച്ച് പൊളിച്ചു. ജോണുവിൻ്റെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ, അതൊക്കെ കുറച്ചൊക്കെ മിസ്സായിപ്പോയി, എന്നാലും സാരില്ല. അങ്ങനെ കുറേ നേരം ഞങ്ങളിങ്ങനെ ബോട്ടിൽ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്തു. കുറച്ച് നേരം അടിയിലിരുന്ന് ഡാൻസൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് അവിടെ പോയി നിന്ന് കുറച്ച് പോപ്കോണൊക്കെ വാങ്ങിച്ച് പോപ്കോൺ കഴിച്ച്, അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതിൻ്റെ മുകളിൽ പോയി നിന്ന് ആയിട്ടുള്ള വ്യൂ ആട്ടേക്ക് കാണുന്നത്. ബോട്ടിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ്. അവിടെ മുകളിലും ഇതുപോലെ തന്നെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ താഴെയുണ്ട്. ഞങ്ങൾ താഴെ ഇരുന്നിട്ടുണ്ടായിരുന്നത്, പക്ഷേ കുറച്ചും കൂടിയും കാണാൻ ഭംഗി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുകളിലേക്ക് കയറി ചെന്നപ്പോൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഒത്തിരി ബോട്ടുകൾ ഇതുപോലെ ഇങ്ങനെ പോകുന്നുണ്ട്, ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട്. എന്ത് രസമാണെന്നറിയോ, മീനിൻ്റെ ഷേപ്പിലുള്ള ബോട്ട്, അങ്ങനെ നല്ല അടിപൊളി ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം അതൊക്കെ നോക്കിയിരുന്നു. പിന്നെ ജോണ് പിന്നെ അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നല്ല കളിയായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ തന്നെ വേറൊരു 3 കുട്ടികളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരുടെ കൂടെയൊക്കെ നല്ല കളിയും കാര്യങ്ങളും. അപ്പം ഞങ്ങൾ പതുക്കെ അതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ പോയി നോക്കിയപ്പോൾ എൻജിൻ ആ സൈഡിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോണതൊക്കെ കണ്ടു. അങ്ങനെ കാണാൻ നല്ലൊരു വൈബുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഗോവ. അപ്പോൾ എവിടെ നോക്കിയാലും ഇങ്ങനെ ബീച്ചും കാര്യങ്ങളൊക്കെയാണ്, പിന്നെ ഒത്തിരി കടകൾ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റായിപ്പോൾ ട്രിപ്പ് കഴിഞ്ഞല്ലോ എന്നൊരു തോന്നലായിപ്പോയി. ഇതാണ് കേട്ടോ അത്, ഈ ബോട്ടിൻ്റെ ആ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലം, അതിൻ്റെ തിരിക്കണ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പോപ്കോൺ വാങ്ങിക്കാൻ വന്നു, ജ്യൂസ് വാങ്ങിച്ച് പോപ്കോണൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീണ്ടും അങ്ങനെ ബോട്ടിൻ്റെ മുകളിൽ പോയിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. പിന്നെ ബോട്ടിനകത്ത് നമുക്ക് ടോയ്ലറ്റും സംവിധാനങ്ങളൊക്കെ ഉണ്ട്.
നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നമുക്ക് മൈൻഡൊന്ന് റിലാക്സ് ആവും. പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് കുറേ ദിവസം മാറി നിന്നിട്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ഫ്രഷ്നെസ്സാണ് നമുക്ക്. പിന്നെ നമുക്ക് നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനി നേരെ നമ്മൾ നമുക്ക് ഓൾറെഡി ബസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊരു ഹോട്ടലിൽ നിർത്തും. അപ്പോൾ അവിടെയും ബൊഫെ സംവിധാനം തന്നെയാണ്. എല്ലാ ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ബൊഫെ സംവിധാനമാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കഴിക്കാം. അപ്പോൾ അങ്ങനെ ഗീ റൈസും ചപ്പാത്തിയും പിന്നെ ചിക്കൻ്റെ എന്തോ ഒരു കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പിന്നെ ചിക്കൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൂട്ടി ഞങ്ങളങ്ങനെ കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി. ഒരു എയർ ബസ് അവർ ഈ ഏജൻസിക്കാർ തന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി വേറെ ബസ് പിടിക്കാൻ നിൽക്കാൻ ഓട്ടോ പിടിക്കാൻ നിൽക്കാനൊന്നും ആവശ്യമില്ല. അത് ആ പാക്കേജിൽ തന്നെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു 10 മണിക്ക് ട്രെയിൻ വന്നു. അങ്ങനെ ട്രെയിനിൽ കയറി അങ്ങനെ സുഖമായി കിടന്നുറങ്ങി. അത് കഴിഞ്ഞ് രാവിലെ പിള്ളേർ സംഘം മൊത്തം എണീറ്റ് ബർത്തിൽ കയറി അവർ തകർക്കാൻ തുടങ്ങി. പാട്ടും വർത്താനവും ക്യാബിൻ തന്നെ നല്ലൊരു ഓളായിരുന്നു എന്ന് പറയാം. അങ്ങനെ ഞങ്ങളൊരു 12 മണിയോടൊക്കെ കൂടി ഞങ്ങൾ നമ്മുടെ തൃശ്ശൂർ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ ഷൈനിങ് സ്റ്റാർ ടൂറിസ്റ്റ്സിൻ്റെ ഇതാണ്. ഈ ഏജൻസി ത്രൂ ആണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങളുടെ ഗോവ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.